ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻ എസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം. ചോദ്യം 1. യേശു സാബത്തിൽ ആരുടെ വീട്ടിലാണ് ഭക്ഷണത്തിന് പോയത്? ഫരിസായ പ്രമാണികളിൽ ഒരുവൻ്റെ. 2. ഫരിസായ പ്രമാണിയുടെ വീട്ടിൽ ഭക്ഷണത്തിന് പോയ യേശുവിനെ അവർ എന്തു ചെയ്യുകയായിരുന്നു? ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. 3. ഫരിസായ പ്രമാണിയുടെ വീട്ടിൽ ആരുണ്ടായിരുന്നു എന്നാണ് 14:2 പറയുന്നത്? ഒരു മഹോദര രോഗി. 4. സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന് യേശു ആരോടാണ് ചോദിച്ചത്? നിയമജ്ഞരോടും ഫരിസേയരോടും. 5. സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്നുള്ള യേശുവിൻ്റെ ചോദ്യത്തിന് നിയമജ്ഞരുടെയും ഫരിസേയരുടെയും പ്രതികരണം എന്തായിരുന്നു? അവർ നിശബ്ദരായിരുന്നു. 6. നിശബ്ദരായിരുന്ന നിയമജ്ഞൻ്റെയും ഫരിസേയരുടെയും ഇടയിൽ യേശു പ്രവർത്തിച്ചത് എന്ത്? യേശു മഹോദര രോഗിയെ അടുത്തു വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു. 7. യേശു മഹോദര രോഗിയെ സുഖപ്പെടുത്തി അയച്ചതിന് ശേഷം അവരോട്, അതായത് നിയമജ്ഞരോടും ഫരിസേയരോടും ചോദിച്ചത് എന്ത്? സാബത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി ആരുണ്ട് എന്ന്. 8. പൂരിപ്പിക്കാനുള്ളൊരു ചോദ്യമാണ്. തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി ആരുണ്ട്? വിട്ടുപോയ ഭാഗം. സാബത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി ആരുണ്ട്? 9. ക്ഷണിക്കപ്പെട്ടവർ എന്ത് തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോഴാണ് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞത്? പ്രമുഖ സ്ഥാനങ്ങൾ. 10. വിരുന്നിൽ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുത്തത് ആര്? ക്ഷണിക്കപ്പെട്ടവർ. 11. ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ എവിടെ ഇരിക്കരുത് എന്നാണ് യേശു പറഞ്ഞത്? പ്രമുഖ സ്ഥാനത്ത്. 12. കല്യാണ വിരുന്നിൽ പ്രമുഖ സ്ഥാനത്ത് ഇരിക്കരുത് എന്ന് യേശു പറയാനുള്ള കാരണം? നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കാം. 13. നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ കല്യാണ വിരുന്ന് നടത്തുന്നയാൾ ക്ഷണിച്ചിരിക്കാം എന്നതുകൊണ്ട് നീ എന്ത് ചെയ്യരുത് എന്നാണ് യേശു പറഞ്ഞത്? കല്യാണ വിരുന്നിൽ പ്രമുഖ സ്ഥാനത്ത് ഇരിക്കരുത്. 14. നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയുമ്പോൾ നിനക്ക് എന്ത് സംഭവിക്കും എന്നാണ് യേശു പറഞ്ഞത്? നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കും. 15. കല്യാണ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കേണ്ടി വരുന്ന സാഹചര്യം ഏത്? നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയുമ്പോൾ. 16. കല്യാണ വിരുന്നിന് പങ്കെടുക്കുമ്പോൾ നീ എവിടെ പോയി ഇരിക്കണമെന്നാണ് യേശു പറഞ്ഞത്? അവസാനത്തെ സ്ഥാനത്ത്. 17. കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ നീ അവസാനത്തെ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നിനക്കുണ്ടാകാവുന്ന മേന്മ എന്ത്? ആതിഥേയൻ വന്ന് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയും. 18. ആതിഥേയൻ വന്ന് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ നിനക്ക് എന്ത് ലഭിക്കും എന്നാണ് യേശു പറഞ്ഞത്? നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകും. 19. കല്യാണ വിരുന്നിൽ നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകുന്നത് എപ്പോൾ? ആതിഥേയൻ വന്ന് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ. 20. തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. അധ്യായം, വാക്യം എഴുതുക. 21. പൂരിപ്പിക്കാനുള്ളൊരു ചോദ്യമാണ്. 2 ഭാഗമാണ് വിട്ടുപോയിരിക്കുന്നത്. തന്നെ തന്നെ ഉയർത്തുന്നവൻ ഡാഷ് തന്നെ തന്നെ ഡാഷ് ഉയർത്തപ്പെടും. ആദ്യ ഭാഗം താഴ്ത്തപ്പെടും, 2ാം ഭാഗം താഴ്ത്തുന്നവൻ. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും,
തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. 22. യേശുവിനെ കല്യാണ വിരുന്നിന് ക്ഷണിച്ചവനോട് ആരെയെല്ലാം വിളിക്കരുതെന്നാണ് നിർദ്ദേശിച്ചത്? സ്നേഹിതരെയോ, സഹോദരരെയോ, ബന്ധുക്കളെയോ, ധനികരായ അയൽക്കാരെയോ? 23. സ്നേഹിതരെയോ, സഹോദരരെയോ, ബന്ധുക്കളെയോ, ധനികരെയോ, അയൽക്കാരെയോ എന്തിനു വിളിക്കരുത് എന്നാണ് യേശു പറഞ്ഞത്? ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ. 24. സ്നേഹിതരെയോ, സഹോദരരെയോ, ബന്ധുക്കളെയോ, ധനികരായ അയൽക്കാരെയോ ക്ഷണിച്ചാൽ അവർ പകരം ചെയ്തേക്കാവുന്നത് എന്ത്? അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. 25. നീ സദ്യ നടത്തുമ്പോൾ ആരെയെല്ലാമാണ് ക്ഷണിക്കേണ്ടത്? ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ. 26. ദരിദ്രരെയും വികലാംഗരെയും മുടന്തരെയും കുരുടരെയും സദ്യയ്ക്ക് വിളിക്കുമ്പോൾ നീ ആരായിരിക്കും? ഭാഗ്യവാനായിരിക്കും. 27. ദരിദ്രരെയും വികലാംഗരെയും മുടന്തരെയും കുരുടരെയും സദ്യയ്ക്ക് വിളിക്കുമ്പോൾ നീ ഭാഗ്യവാനായിരിക്കുന്നത് എങ്ങനെ? എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. 28. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ പ്രതിഫലം ലഭിക്കുന്നത് ആർക്ക്? പകരം നൽകാൻ ഒന്നുമില്ലാത്ത ദരിദ്രരെയും വികലാംഗരെയും മുടന്തന്മാരെയും കുരുടന്മാരെയും സദ്യയ്ക്ക് വിളിക്കുന്നവൻ. 29. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ യേശു പറഞ്ഞ ഉപമ ഏത്? കല്യാണ വിരുന്നിൻ്റെ ഉപമ. 30. ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ കല്യാണ വിരുന്നിൻ്റെ ഉപമ കേട്ടപ്പോൾ പറഞ്ഞതെന്ത്? ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. 31. ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ഒരുവൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ ഉപമ ഏത്? വിരുന്നിൻ്റെ ഉപമ. 32. യേശു ഉപമ പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെ? ഒരുവൻ ഒരിക്കൽ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. 33. സദ്യയ്ക്ക് സമയമായപ്പോൾ ക്ഷണിക്കപ്പെട്ടവരെ അറിയിക്കാൻ വിരുന്നൊരുക്കിയവൻ അയച്ചതാരെ? ദാസനെ. 34. ദാസൻ ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചത് എന്ത്? വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. 35. വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു എന്ന് ദാസൻ അറിയിച്ചപ്പോൾ ക്ഷണിക്കപ്പെട്ടവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അവരെല്ലാവരും ഒന്നുപോലെ ഒഴിവുകഴിവ് പറയാൻ തുടങ്ങി. 36. സദ്യയിൽ പങ്കെടുക്കാതിരിക്കാൻ ഒന്നാമൻ പറഞ്ഞതെന്ത്? ഞാൻ ഒരു വയൽ വാങ്ങി അതുപോയി കാണേണ്ടിയിരിക്കുന്നു, എന്നെ ഒഴിവാക്കണം. 37. രണ്ടാമൻ പറഞ്ഞ ഒഴികഴിവ് എന്താണ്? ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നു. 38. സദ്യയിൽ പങ്കെടുക്കാതിരിക്കാൻ മൂന്നാമൻ പറഞ്ഞതെന്ത്? എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ. 39. സദ്യയിൽ പങ്കെടുക്കാതിരിക്കാൻ ഒഴിവുകഴിവ് പറഞ്ഞ എത്ര പേരെയാണ് വചനഭാഗത്ത് കാണുന്നത്? 3 പേരെ. 40. ക്ഷണിക്കപ്പെട്ടവർ വരാതിരിക്കുന്ന വിവരം ഗൃഹനാഥനെ അറിയിച്ചപ്പോൾ ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞതെന്ത്? നീ വേഗം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. 41. എവിടെ നിന്നെല്ലാമാണ് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും കൂട്ടിക്കൊണ്ടുവരേണ്ടത്? പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും നിന്നും. 42. നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു, ഇനിയും സ്ഥലമുണ്ട് എന്ന് ദാസൻ യജമാനനോട് പറഞ്ഞപ്പോൾ യജമാനൻ്റെ മറുപടി എന്തായിരുന്നു? പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക. 43. എൻ്റെ വീട് നിറയുവോളം എവിടെ നിന്നെല്ലാം ആളുകളെ കൊണ്ടുവരണം എന്നാണ് യജമാനൻ ദാസനോട് പറഞ്ഞത്? പെരുവഴിയിൽ നിന്നും ഇടവഴികളിൽ നിന്നും. 44. എന്തുകൊണ്ടാണ്
യജമാനൻ വീട് നിറയുവോളം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ഇടവഴികളിലും നിന്ന് വിരുന്ന് ആസ്വദിക്കുവാനായി ആളുകളെ കൊണ്ടുവരാൻ ദാസനോട് കൽപ്പിച്ചത്. എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 45. യേശുവിൻ്റെ അടുത്ത് വന്നത് ആര്? വലിയ ജനക്കൂട്ടങ്ങൾ. 46. എന്തിനെയെല്ലാം ഉപേക്ഷിക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത്. സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. 47. ആർക്ക് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല എന്നാണ് യേശു പറയുന്നത്? സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന്. 48. സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. അധ്യായം വാക്യം എഴുതുക. 14 അധ്യായം 27 വാക്യം. 49. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ എന്താണ് ആദ്യമേ കണക്ക് കൂട്ടി വയ്ക്കേണ്ടത്? അത് പൂർത്തിയാകാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന്. 50. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് കണക്ക് കൂട്ടി നോക്കാത്തവന് എന്താണ് സംഭവിക്കുക? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. 51. കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. എപ്പോൾ? അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ. 52. ഗോപുരത്തിൻ്റെ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം എന്തു പറഞ്ഞാണ് അവനെ ആക്ഷേപിക്കുന്നത്? ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 53. ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇപ്രകാരം പറയുന്നതാര്? അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം. 54. 20,000 ഭടന്മാരോടുകൂടി തനിക്കെതിരെ വരുന്നവനെ എത്ര ഭടന്മാരെ കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്നാലോചിക്കാത്ത രാജാവുണ്ടോ എന്നാണ് യേശു ചോദിച്ചത്. 10,000 കൊണ്ട്. 55. 20,000 ഭടന്മാരോട് നേരിടാൻ 10,000 ഭടന്മാർക്ക് സാധ്യമല്ലെങ്കിൽ രാജാവ് എന്തു ചെയ്യും? ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും. 56. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും ആരുടെ ശിഷ്യനാവുക സാധ്യമല്ല എന്നാണ് 14:33 പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ. 57. യേശുവിൻ്റെ ശിഷ്യനായിരിക്കാനുള്ള സാധ്യത എന്ത്? തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുക. 58. ഉപ്പ് നല്ലത് തന്നെ, എന്നാൽ ഡാഷ് അതിന് എങ്ങനെ ഉറകൂട്ടും? വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഉറകെട്ടുപോയാൽ. ഉപ്പ് നല്ലത് തന്നെ, എന്നാൽ ഉറകെട്ടുപോയാൽ അതിന് എങ്ങനെ ഉറകൂട്ടും? 59. ഉപ്പ് മണ്ണിനോ വളത്തിനോ ഉപകരിക്കാതെ വരുന്നത് എപ്പോൾ? ഉറകെട്ടുപോയാൽ. 60. ഉപ്പ് മണ്ണിനോ വളത്തിനോ ഉപകരിക്കാതെ പോയാൽ ആളുകൾ എന്തു ചെയ്യുന്നു? പുറത്തേക്ക് എറിഞ്ഞുകളയുന്നു. 61. മണ്ണിനോ വളത്തിനോ ഉപ്പ് ഉപകരിക്കുകയില്ല, ആളുകൾ അത് പുറത്തേക്ക് എറിഞ്ഞുകളയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു എന്താണ് ജനക്കൂട്ടത്തോട് പറഞ്ഞത്? കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.